ജയസൂര്യൻ സാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് യുഡിഎഫ് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ യുഡിഎഫിന്റെ ചില നിലപാടുകൾ കാണുമ്പോൾ തോന്നുന്നത് യുഡിഎഫ് പൂർണ്ണമായും മുസ്ലിം ലീഗിലേക്ക് മാറുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവരെ കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ അവരുമായി ഒരു കക്ഷി രാഷ്ട്രീയം അതൊന്നുമല്ല. പൂർണ്ണമായും യുഡിഎഫ് മുസ്ലിം ലീഗായി മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ UDF എന്ന വാക്കിന്റെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എന്റെ അഭിപ്രായം. ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണല്ലോ യുണൈറ്റഡ് UDF എന്ന് പറയുന്നത്, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതിന്റെ പേര് തന്നെ മാറേണ്ട കാലമായിരിക്കുന്നു. ലീഗ്, ജമാഅത്തെ, കോൺഗ്രസ് മുന്നണി എന്ന നിലയിലേക്ക് അത് മാറിയിരിക്കുന്നു. ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഈ ഭരണത്തിൽ മുൻതൂക്കം ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് അവരുടെ ഒരു ഘടകകക്ഷിയായിട്ട് വേണമെങ്കിൽ കൂടെ നിൽക്കാം എന്നുള്ളൊരു ദുര്യോഗത്തിലേക്കാണ് വീണിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് കിട്ടും എന്നതൊഴിച്ചാൽ കാശും അധികാരവുമുള്ള വകുപ്പുകൾ മുഴുവൻ ലീഗിനും ജമാഅത്തിനും വേണ്ടി വീതിക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് അവരുടെ ബിനാമികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യും. അവർ മന്ത്രിമാരാവുകയും ചെയ്യും. അവർക്ക് മന്ത്രിസഭയിലെ കനത്ത പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അവസാനം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും, ഇത് രണ്ടും രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്, അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. കോൺഗ്രസ് അവരുടെ പാദസേവകരായി മാറുകയും ചെയ്യും. ഇന്നലെ വരെ കോൺഗ്രസും ഘടകകക്ഷികളും എന്നായിരുന്നെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒരു ചെറിയ ഘടകകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിലപേശാനോ നയിക്കാനോ നേതൃത്വം കൊടുക്കാനുള്ള യാതൊരു കഴിവുമില്ല. അത്രമാത്രം അവർ ദുർബലമായിരിക്കുന്നു. കോൺഗ്രസിന് ഇപ്പോൾ കിട്ടുന്ന സീറ്റുകളൊക്കെ തന്നെ ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ കൊടുക്കുന്ന ഔദാര്യം കൊണ്ട് കിട്ടുന്ന സീറ്റുകളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും യഥാർത്ഥത്തിലുള്ള കരുത്തുള്ള, കഴിവുള്ള, കാശുള്ള വകുപ്പ് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കും ലീഗിനും വീതം വെച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ മിച്ചം വരുന്ന, നഷ്ടത്തിലോടുന്ന ഏതാനും ദുർബലമായ വകുപ്പുകൾ കൊണ്ട് കോൺഗ്രസിന്റെ മന്ത്രിമാർക്ക് തൃപ്തിപ്പെടേണ്ടിയും വരും. പക്ഷെ പേരിനും അലങ്കാരത്തിനും മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് ലഭിക്കാനാണ് സാധ്യത. അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാക്കി എങ്ങനെയാണോ സോണിയാഗാന്ധി ഭരിച്ചത്, അതുപോലെ കോൺഗ്രസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്തും കൂടെ കേരളം ഭരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാനിതൊരു അതിശയോക്തിയായിട്ട് പറയുന്നതല്ല. എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റുകൾ ഓരോ രാജ്യത്തും അധികാരത്തിൽ വന്നത് എന്ന് പരിശോധിച്ചാൽ ഓരോ രാജ്യത്തിന്റെയും ജനസംഖ്യയുടെ 20%, 25% മുസ്ലിങ്ങളായി കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ളത് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഏതാണ്ട് 15ലധികം ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഇന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ ജനസംഖ്യയുടെ 25%ഓളം മുസ്ലിങ്ങൾ വന്നു കഴിയുമ്പോൾ സംഘടിതമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ 75% വരുന്ന മറ്റു വിഭാഗത്തിന്റെ മുകളിൽ കയറി രാജ്യം ഭരിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ കേരളത്തെ പോലെ ദുർബലമായ UDFും LDFും നിൽക്കുന്ന ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കേരളം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ പൂർണ്ണമായും യുഡിഎഫ് മാത്രമാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ കേരളത്തെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള ഒരു മുന്നൊരുക്കത്തിൽ യുഡിഎഫ് മാത്രമാണ് കൂടെ നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല. ഇന്ത്യ മുന്നണിയാണ് എന്ന് പറയാൻ പറ്റും. അതായത് CPM ആണ് ഇത് തുടങ്ങി വെച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് മലപ്പുറം ജില്ല അനുവദിച്ചുകൊണ്ട് CPM ഇത് തുടങ്ങി വെച്ചു. അന്ന് CPM അല്ല, CPI ആണ് തുടങ്ങി വെച്ചു. ഇന്നിപ്പോൾ വരാൻ പോകുന്നത് മലപ്പുറം ജില്ല തന്നെ രണ്ടായിട്ട് വേർതിരിക്കണം, തിരൂർ ജില്ല കൂടി ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയെ മുറിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണം എന്നും മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തില് മുസ്ലിങ്ങൾ സംഘടിതരായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ മുസ്ലിം ജില്ലകൾ ഉണ്ടാക്കുക എന്നുള്ള അജണ്ട മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ
LDF-നും UDF-നും പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിന്നുകൊണ്ട് അത് ചെയ്തു കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. LDF-ന്റെ അവസ്ഥ നോക്കൂ. ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും 2-3 ജില്ലകളിലെ സംഘടിത മുസ്ലിം UDF-ന്റെ കൂടെയാണെങ്കിൽ ഈ പറയുന്ന കണ്ണൂര്, അതിനുശേഷം ഇങ്ങോട്ട് വന്ന തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ, അല്ലെങ്കിൽ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പ്രദേശങ്ങളിൽ സംഘടിതമല്ലാത്ത മുസ്ലിം, ചിതറിക്കിടക്കുന്ന മുസ്ലിം, അതായത് ദുർബല മുസ്ലിം, SC മുസ്ലിം, OBC മുസ്ലിം, അധസ്ഥിത മുസ്ലിം, അവരെ കൂട്ടുപിടിച്ചിരിക്കുന്നത് LDF ആണ്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ വരേണ്യവർഗമാണ്, സവർണ മേധാവികളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് UDF-ന്റെ കൂടെയാണ്. എന്നാൽ മുസ്ലിം മതസമുദായത്തിനുള്ളിൽ അതിനകത്തെ പിന്നോക്കക്കാരായിട്ടുള്ള, ദളിതരായിട്ടുള്ള, താഴേക്കിടയിലുള്ള, അതായത് തങ്ങളുമാരാകാനും തങ്ങളുടെ വീട്ടിൽ കല്യാണം ആലോചിക്കാനും ഒന്നും പാങ്ങില്ലാത്ത, കഴിവില്ലാത്ത, അതായത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകണമെങ്കിൽ തങ്ങളുടെ തറവാട്ടി പറക്കണം. അങ്ങനെ തറവാട്ടി പറക്കാത്ത മുസ്ലിങ്ങളൊക്കെ വല്ല PDP ആയിട്ടോ SDPI ആയിട്ടോ ഇടതുപക്ഷത്ത് ചേർന്നോണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ചെതറിപ്പോയ മുസ്ലിങ്ങളെ എല്ലാം കൂടെ തൂത്തുകൂട്ടി ഒന്നിച്ചു പിടിച്ച് ഇടതുപക്ഷം അവരുടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുമ്പോൾ മറുവശത്ത് ഈ ലീഗ് UDF-ന്റെ വോട്ട് ബാങ്കായിട്ട് നിൽക്കുകയാണ്. എവിടെയാണെങ്കിലും കേരളത്തില് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാലും വലതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും ഇസ്ലാമിക ശക്തികൾ തന്നെ ആയിരിക്കും. കാരണം കേരള ജനസംഖ്യയിൽ എന്നാണോ മുസ്ലിങ്ങൾ 25% കടന്നത്, അപ്പോൾ മുതൽ കേരളം ഇസ്ലാമിക സ്റ്റേറ്റായി മാറാൻ എല്ലാ വിധത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനല്ലാതെ, അനുസരിക്കാനല്ലാതെ, അടിമയാകാനല്ലാതെ UDF-നും കഴിയില്ല. മറ്റൊന്ന് സർ, ഇത്തരത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ആകുന്നു അല്ലെങ്കിൽ UDF പൂർണ്ണമായും മുസ്ലിം ലീഗ് ആകുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കാൻ ഇടയുണ്ട്, എന്തായിരിക്കാം അതിന്റെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നറിയണമെങ്കിൽ ഇന്ന് കേരളത്തിന്റെ വിഭവങ്ങൾ ആരുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിയിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്നത് ആരാണ്? പണ്ടല്ല, ഇപ്പോൾ. പണ്ട് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം ഹറാമായിരുന്ന കാലത്ത് സ്കൂളിലും കോളേജിലും പോവില്ലായിരുന്നു. അതുകൊണ്ട് സർക്കാർ ജോലി അവർക്ക് കിട്ടിയിരുന്നില്ല. ഇന്ന് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തെ സ്വീകരിക്കുന്നു, ഡിഗ്രിയും PGയും നേടുന്നു, എന്നിട്ട് സർക്കാർ ഉദ്യോഗത്തിലേക്ക് കടന്നു വരുന്നു. അത് തെറ്റായ ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കേരളത്തിന്റെ ബിസിനസ് എടുത്തു നോക്കൂ, കേരളത്തിന്റെ വ്യവസായം എടുത്തു നോക്കൂ, കേരളത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എടുത്തു നോക്കൂ, കേരളത്തിലെ നഗരഭൂമിയുടെ കാര്യം എടുത്തു നോക്കൂ. അവിടെയെല്ലാം മുസ്ലിം സമൂഹം ആധിപത്യം നേടിയെടുത്തത് കേവലം കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഭരണത്തിലുള്ള അവരുടെ വമ്പിച്ച സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ അടക്കം ഗവൺമെന്റിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും സൗകര്യവും ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ മുമ്പിൽ അടിയറ വെച്ച UDF-ഉം LDF-ഉമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലധികമായി ഇസ്ലാമിക സ്റ്റേറ്റിന് അടിത്തറ പണിതു സംഭാവന ചെയ്തത്. അങ്ങനെ LDF-ഉം UDF-ഉം പരസ്പരം മത്സരിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ഈ ഇസ്ലാമിക സ്റ്റേറ്റിനുള്ള അടിത്തറ പണിത് പൂർത്തിയായപ്പോൾ അവർ അതിന്റെ മുകളിൽ ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിന്റെ 1ഉം 2ഉം പ്രതികൾ LDF-ഉം UDF-ഉമാണ്. എന്തായാലും ഈ രീതിയിൽ ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് കേരളം പോകുന്നുണ്ടോ എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ അവരെടുക്കുന്ന നിലപാടുകൾക്കൊക്കെ UDF-ഉം LDF-ഉം ഒരു അർദ്ധസമ്മതം അല്ലെങ്കിൽ മൗനാനുവാദം നൽകുന്നുണ്ടോ എന്നതും ചർച്ചയാക്കപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി UDF എടുക്കുന്ന പല നിലപാടുകളും തുറന്നു കാണിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ UDF-നെ മാത്രം കുറ്റം പറയാൻ സാധിക്കുമോ എന്ന് ജയസൂര്യൻ സാർ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി എന്ന് വേണം നമുക്കതിനെ വിശേഷിപ്പിക്കാൻ. ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.